ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കറിയാണ് ഉണ്ടാക്കാൻ പോണത്. ഈ കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. കുറച്ച് പിണ്ടിയാണ്. പിണ്ടി ഞാനിങ്ങനെ സ്ക്വയർ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് വെള്ളരിക്ക, അതും അതുപോലെ മുറിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മാങ്ങ, അതും അതുപോലെ മുറിച്ചിട്ട് കുറച്ച് മാങ്ങ മതി. മാങ്ങ പുളി നോക്കിയിട്ടിടണം. ഇതൊക്കെ നമുക്ക് സമം അളവിന്, അത് നമ്മുടെ സൗകര്യം പോലെ ഇടാം. ഇപ്പം ഞാനിപ്പോൾ രണ്ടും ഏകദേശം ഒരേ അളവിലെടുത്തിട്ടുണ്ട്. ഈ മാങ്ങ മാത്രം അല്പം കുറച്ച്, കാരണം പുളിയുണ്ട് മാങ്ങയ്ക്ക്. ഇനി നമുക്ക് ഇതെടുത്ത് ഒരു ചട്ടിയിലോട്ട് ഇടാൻ പോവാണ് ഞാൻ. എല്ലാവരെയും കൂടെ ഒരുമിച്ചാണ് ഇടുന്നത്. പിണ്ടി എടുത്തിട്ടു, വെള്ളരിക്ക ഇട്ടു, മാങ്ങ ഇട്ടു. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് കീറിയിട്ടു. ഇനി ഇത്രയും സാധനം ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് വെള്ളം ഒഴിച്ച്, ഇതിൻ്റെ മുകളിൽ വരുന്ന വെള്ളം ഒഴിച്ച് നമുക്ക് അടപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാൻ ഇച്ചിരി ഉപ്പ് കൂടുതൽ എടുത്തിരിക്കുകയാണ്. കാരണം വെച്ചാൽ മാങ്ങയുടെ പുളിയല്ലേ, അപ്പം ഈ പുളിക്ക് ഉപ്പും കൂടെ ഇട്ടെങ്കിൽ ആ പുളിയുടെ ആ ഒരു സ്വാദ് ക്രമീകരിക്കുകയുള്ളൂ. ഉപ്പ് പക്ഷെ നോക്കിയിട്ടിടാം, നമുക്ക് ആവശ്യമുള്ള പോലെ ഇടാം. ഇനി അതിലോട്ട് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൊണ്ട് ഇട്ടു. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള വെള്ളം ഒഴിക്കാം. കുറച്ചും കൂടെ ഒഴിക്കാം. ഇതിൻ്റെ മുകളിൽ നിൽക്കണം വെള്ളം. ഇത് വേവണമല്ലോ, വലിയ വേവൊന്നുമില്ല എങ്കിലും മതി. നമുക്ക് അടപ്പ് കത്തിച്ച് വെക്കാൻ പോവാണ്. അടപ്പത്ത് വെച്ചു. ഇനി ഇതിവിടെ നിന്ന് വേവട്ടെ, അടച്ചു വയ്ക്കാം. ഇതിനാവശ്യമുള്ള ഇതിൻ്റെ അരപ്പ്, അത് വേവണ സമയത്ത് നമുക്ക് അരപ്പെടുക്കാം. ഇതിനാവശ്യമായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ്, നമ്മളെടുത്ത അളവിൻ്റെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ജാറിലോട്ടിടുകയാണ്. അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, തീരെ ചെറുതല്ല, ഒരു ഗുണ്ടപ്പനാണ്, അതിട്ടു. ഒരു ചെറിയ ഉള്ളി, അതും അരിഞ്ഞിട്ടു. പിന്നെ 2 പച്ചമുളകാണ് ഞാനിപ്പോൾ ഇടുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഒരു നുള്ള് ജീരകം ഇട്ടിട്ടുണ്ട്. ഇതിനാവശ്യമുള്ള മഞ്ഞൾപ്പൊടി കുറച്ച്, നമ്മൾ മറ്റൊരു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ, അതിൽ കുറച്ച് മതി. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം. നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി, നമ്മൾ പച്ചമുളക് ഇട്ടതുകൊണ്ട് എരിവ് അനുസരിച്ച് ഇടാം നമുക്ക്. ഞാനിപ്പോൾ കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് അരയ്ക്കാൻ വേണ്ടിയുള്ള വെള്ളം, ആ തേങ്ങ എടുത്ത പാത്രമാണിത്. കുറച്ച് വെള്ളം, ആവശ്യമുള്ള വെള്ളം. നമുക്കിത് അരച്ചുകൊണ്ട് വരാം. നമുക്കിത് വെന്തോന്ന് നോക്കട്ടെ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, വെന്ത്. കാരണം കഷ്ണം വലിയ വേവ് വേണ്ടല്ലോ ഇതിന്. പിന്നെ ഈ വെള്ളത്തിൻ്റെ അളവും അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് നീട്ടിയോ കുറുക്കിയോ ഒക്കെ എടുത്ത് നമുക്ക് അരപ്പൊഴിക്കാൻ പോവാണ്. കണ്ടോ, ഇതാണ് അരപ്പ്, കാണാമല്ലോ. അരപ്പൊഴിക്കുകയാണ്. അരപ്പ് ഒഴിക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം. ഇത് നന്നായി തിളയ്ക്കണ്ട, ഒന്ന് പതഞ്ഞാൽ മതി. ഇച്ചിരി വെള്ളം, ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിക്കാം. ഇത്രയും മതിയാവും വെള്ളം. നമുക്ക് ഉപ്പൊക്കെ നോക്കണമെന്ന്. ഇത് തിളയ്ക്കണ്ട. ഇതിപ്പോൾ കണ്ട, ഇത് പതഞ്ഞ് വന്നു തുടങ്ങി. നമുക്ക് ഓഫ് ചെയ്യാം. തിളപ്പിക്കണ്ട അധികം, ഒന്ന് പതഞ്ഞ് വന്നാൽ മതി. ഓഫ് ചെയ്തിരിക്കുകയാണ്. താളിക്കാൻ പോവാണ്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ തീ കുറച്ച് വയ്ക്കാം. കടുകിടുന്നവർക്ക് കടുകിടാം, ഞാൻ കടുകിടുന്നില്ല. ഇനി ഉള്ളി
ഉള്ളിയിട്ട് മുളക് ഉണക്കമുളകിട്ട് കറിവേപ്പിലയിട്ട് ഇത് വെഞ്ഞ് വരണം, എന്നാലേ കൊള്ളാവൂ. എരിഞ്ഞു തുടങ്ങി. ഓഫ് ചെയ്യാണ്. ഇനി ഇത് നമുക്ക് ഈ ഇതിലോട്ടിടാം. വറവ് അടച്ചതിലോട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് ഒരു ഭംഗിക്ക് കണ്ട. ഇതാണ് നമ്മൾ വറവടച്ചിട്ടിരിക്കുകയാണ്. എല്ലാവരും കൂടി സൈഡിലോട്ട് ഒതുങ്ങി നിൽക്കുകയാണ്. എന്ത് ബഹുമാനത്തോടു കൂടി നിൽക്കണമെന്നൊക്കെയാണ് വറവടച്ചത്. ഇതാണ് നമ്മുടെ കറി. എങ്ങനെയുണ്ട്? നല്ല കറിയാണല്ലേ? നല്ല മണമുണ്ട്, നല്ല സ്വാദാണ് ഈ കറി. നന്നായിട്ട് ചോറൊക്കെ കൊണ്ട് നിറക്കി ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കാം. നമ്മുടെ ഈ കറി റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദാണ്. നന്നായിട്ട് ചോറുണ്ണാൻ പറ്റും ഇത് കഴിച്ചാൽ കേട്ടോ. ഇത് ഈ തിരുവനന്തപുരത്ത് പച്ചത്തീയൽ എന്ന് പറയും ഏകദേശം. അതുപോലെ ഞാൻ ഉണ്ടാക്കിയത്. ഇത് ഞങ്ങളുടെ നാട്ടിലില്ല, തൃപ്പൂണിത്തറ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഇതുണ്ട്. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്, നല്ല സ്വാദാണ്, നല്ല മണമൊക്കെ ഉണ്ട് ഇതിനകത്ത്. വേണമെങ്കിൽ ഇച്ചിരി ഉലുവാപ്പൊടി വേണമെങ്കിൽ ഇടാം. ഞാൻ ഉലുവാപ്പൊടി ഇട്ടിട്ടില്ല. കണ്ടല്ലോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തിരുവനന്തപുരത്തുകാരല്ലാത്തവർക്കും ഉണ്ടാക്കാമല്ലോ തിരുവനന്തപുരം കറി. ഓക്കേ, ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കേ.